അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പോണത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ 90 ചടങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാടായി ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ട്. അപ്പം ഇന്ന് ഞങ്ങൾ പോവാണ്. അപ്പോൾ വേറെ 1-2 കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ പട്ടാമ്പിയാണ് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീടൊക്കെ. പോണ വഴിക്ക് ചിലയിടങ്ങളിലൊക്കെ നല്ല മഴയാണ്, ചില സ്ഥലത്തൊന്നും മഴയില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. ഫ്രണ്ടും ഭാര്യയും കുട്ടിയിട്ടാണ് ഞങ്ങൾ ചെന്നപ്പോൾ. അങ്ങനെ ചടങ്ങൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ സദ്യ ആയിരുന്നു കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചു. നല്ല സദ്യ ആയിരുന്നു കേട്ടോ. നല്ല പായസവും അധികം മധുരമൊന്നുമില്ല, നല്ല പാകത്തിന് മധുരമൊക്കെ ഉണ്ടായ നല്ല അടപ്പായസം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അവരുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് ഫുള്ള് പാടാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗി കിട്ടും. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ പാടം കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കുട്ടികളോടൊക്കെ പറഞ്ഞു ഇവിടെ ഇങ്ങനെയാണ്, നല്ല രസമുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറുണ്ട് സദ്യ കഴിച്ച് അപ്പോൾ തന്നെ ഞങ്ങൾ വന്നിട്ട് നേരെ ഈ പാടം കാണാനായിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസം കേട്ടോ. കുറേ നേരം ഇവിടെ നിന്ന് പോകാനേ തോന്നില്ല, കുറേ നേരം ഇവിടെ നിന്നിട്ട്. അവിടെ വലിയൊരു പാടമാണ് കേട്ടോ അത്. അവിടെ ദൂരത്ത് ഒരു അമ്പലവും ആൽമരവും ഒക്കെ കാണാനുണ്ട്. അപ്പം അങ്ങനെ കുറേ നേരം ഇവിടെ നിന്നു. വൈകുന്നേരമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാവില്ലേ. അപ്പം അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ നിന്നു കേട്ടോ. പിന്നെ ഇവിടെ കണ്ട് പിന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തു കൂടെ പോയാലും ഈ പാടത്തേക്ക് തന്നെ എത്തും. അപ്പം അങ്ങനെ ഞങ്ങൾ അതിനും പോയിട്ട് കുറേ നേരം നിന്നു, വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അതാണ് ഞാൻ ഈ കാട്ടുന്നത്, കോപ്രായം കാട്ടുന്നത്. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് പിന്നെ വേറെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഞങ്ങൾ ആണ് പോയി. പിന്നെ പോണ വഴിക്ക് ഒരു വീടുണ്ട് കേട്ടോ. അവിടെ നിറയെ 10 മണിപ്പൂവ് കേട്ടോ. ഇപ്പോൾ അധികം അങ്ങനെ എവിടെയും കാണില്ല ഈ പൂവ്. ആദ്യം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പം അങ്ങനെ പോരാൻ നേരത്ത് ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് പായസം കൂടി കുടിച്ചിട്ട്. പായസം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഗ്ലാസ് കൂടി കുടിച്ചു. അധികം നമ്മൾ സദ്യ കഴിക്കുമ്പോൾ നല്ല മധുരമുള്ള പായസം, അത് ഓവർ മധുരമില്ല, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. വീണ്ടും ഗ്ലാസ്സിന് കുടിച്ച് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ അടുത്ത് സ്കൂൾ ബാഗ് മേടിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് മേടിക്കാനുള്ളൂ, 2 ആൾക്ക് വേറെ പുതിയതുണ്ട്. അപ്പോൾ ഒരാൾക്ക് ബാഗ് മേടിക്കണം കേട്ടോ. അതായത് ഇവന് മേടിക്കാനുള്ള കേട്ടോ. ഈ കടയിൽ ഇത്രയും ബാഗ് ഉണ്ടായിട്ട് ഒരു ബാഗ് പോലും ഇതിൽ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ അടുത്തത് ഞങ്ങൾ സൈക്കിള് വാങ്ങാൻ പോയിട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലേക്ക് തലവേദനയൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ സൈക്കിള് മേടിക്കാൻ സൈക്കിൾ കടയിലെത്തി. കുറേ സൈക്കിളൊക്കെ നോക്കി. അപ്പോൾ ഇതാണ് പറ്റിയത് കേട്ടോ. അപ്പോൾ